വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വിദേശ യാത്രകൾ പോവുകയും അവിടുത്തെ ഭരണാധികാരികളുമായി കാര്യങ്ങൾ സംസാരിക്കുകയും ഓരോ രാജ്യത്ത് നടക്കുന്ന വികസന പ്രക്രിയ മനസ്സിലാക്കുകയും ചെയ്യുന്ന ചെറിയ കാര്യമില്ല. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. വിദ്യാഭ്യാസ മന്ത്രി വിദേശത്ത് പോയിട്ട് എന്താണെന്ന് പഠിക്കാൻ പറ്റിയതെന്ന് അറിഞ്ഞാൽ നമുക്കൂടി പഠിക്കാമായിരുന്നത്. കേട്ടോ, വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. തൊഴിലിന്റെ പ്രശ്നത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ ചായ കുടി അഹങ്കാരി എന്താ നീയൊക്കെ? വൊക്കേഷണൽ വിദ്യാർത്ഥികളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടീച്ചർമാരുടെയും അധ്യാപക കുട്ടികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. എന്തായാലും കേരളത്തിന് നേട്ടം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. സൈക്കിളിന് സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക റോഡുണ്ടാവും. കാൽനട യാത്രക്കാർക്ക് പോകുന്നതിന് റോഡുണ്ടാവും. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. പലതരവും രൂപത്തിലുള്ള വെഹിക്കിൾസിന് പോകുന്നതിന് പ്രത്യേക വാഹനം ഉണ്ടാവും. പലതരവും രൂപത്തിലുള്ള വെഹിക്കിൾസിന് പോകുന്നതിന് പ്രത്യേക വാഹനം ഉണ്ടാവും. പലതരവും രൂപത്തിലുള്ള വെഹിക്കിൾസിന് പോകുന്നതിന് പ്രത്യേക വാഹനം ഉണ്ടാവും. മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം. അതിവനില്ല. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ